ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്, ഞങ്ങളെ 15ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ അതിന്റെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ എങ്ങനെ 15 വർഷം ഞങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത് കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പം വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിനി അന്ന് ഞാനൊരു വീഡിയോയിൽ കേട്ടോ. അപ്പൊ കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു വേണം ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു 15 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ചിട്ട് ഒന്ന് പറയാം എന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്യാണ് കേട്ടോ. ഞാൻ ഡെയിലി വ്ളോഗ് പോലെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. നിങ്ങളെ മുന്നിൽ വന്നിട്ട് പറയാൻ എനിക്ക് പറ്റൂല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കേൾക്കാനുള്ളത് കേട്ടാൽ മതി. വീഡിയോ വിഷ്വൽസ് അധികം കണ്ടോളണമെന്നില്ല. 2011 ഏപ്രിൽ 10 കേട്ടോ ഞങ്ങളെ വിവാഹം. അതിന്റെ ഒരു 3 മാസം മുന്നേ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടേനു. SSLC എക്സാം എഴുതി ഇവിടെ വന്നതിന് ശേഷമാണ്, കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ റിസൾട്ട് ഒക്കെ അറിഞ്ഞിട്ടുണ്ടേനി. എന്റെ കല്യാണം കഴിഞ്ഞ കുറച്ച് തുടക്ക ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ ജീവിതം ഭയങ്കര കോമഡിയേനി. ടോമും ജെറിയും മാതിരി ഏത് നേരം തല്ലുകൂടിയും കണ്ടീന് കേട്ടോ. കാരണം എന്താ വെച്ചാല് കുഞ്ഞുട്ടി പെട്ടെന്നൊരു ദേഷ്യം വരുന്ന ആളാ. ഞാനാണെങ്കിൽ ഭയങ്കര സൈലന്റ് ആയിരുന്നു കേട്ടോ. ഒന്നും വല്ലാണ്ട് പറയൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ പിന്നെ കുത്തിർന്ന് മോങ്ങാൻ നിൽക്കൂട്ടോ. അന്നൊക്കെ എത്ര കണ്ണീരാ ഞാൻ കഴിഞ്ഞത് നിനക്ക് തന്നെ അറിയില്ല. ആ ഒരു രീതിയിലേനി കേട്ടോ. 10ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു എട്ടും പൊട്ടും തിരിയാത്ത ആ ഒരു പൊട്ടപ്രായല്ലേ. അപ്പൊ ആ ഒരു പ്രായത്തിന്റെ ഇതൊക്കെ ആയിരിക്കാം. പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന സമയത്തൊക്കെ കുഞ്ഞുട്ടി ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളേനി കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഗതിയോടും ഇനി ഒരു ദിവസം ഞാനങ്ങനെ ഒരു മനുഷ്യനോടും ഒന്നും അങ്ങനെ പറയാത്ത ആളാണ് കേട്ടോ. ഒന്നും വെട്ടി തുറന്ന് അന്നൊന്നും ഒന്നും പറയാത്ത ഒരാളേനി കേട്ടോ ഞാൻ. പക്ഷേ ഒരു ദിവസം ഞാൻ എന്തോ അങ്ങോട്ട് ഒരു ധൈര്യത്തിലാണ് പറഞ്ഞു ഞാൻ കുഞ്ഞുട്ടിനോട്, എനിക്ക് നിങ്ങള് ദേഷ്യം ഇങ്ങനെ ദേഷ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പറഞ്ഞു കേട്ടോ. അപ്പം സത്യം പറഞ്ഞാല് നമുക്ക് നമ്മളെ പങ്കാളിയിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് പറയാൻ കഴിയണം. അതൊരു നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ. കാരണം അന്ന് ഞാൻ ആ പറഞ്ഞത് തൊട്ട് ആൾ ഒരുപാട് ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്തു. ഇപ്പോഴും ആള് ചെറുതായിട്ടൊക്കെ ദേഷ്യപ്പെടുമെങ്കിലും ഒരുപാട് ആള് കൺട്രോൾ ചെയ്ത് ആള് ശീലിച്ചു കേട്ടോ. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളേന്. അപ്പൊ അത് ഞാൻ കുഞ്ഞുട്ടിനെ നെഗറ്റീവായിട്ട് പറയല്ല കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളെ പങ്കാളിന്ന് നമുക്ക് ഹെർട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും പറയണം. തിരുത്താൻ പറ്റണോലാണെങ്കിൽ ഇത് തിരുത്തും. നമ്മൾ ചിലപ്പോൾ പറയണത് കൊണ്ട് ചിലപ്പോൾ തിരുത്താൻ ഒരു അവസരം ആകും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു പറയാ എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് പോയിന്റ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാല് പരിഗണന. എന്ത് കാര്യത്തിനും ആളിനെ നല്ല പോലെ പരിഗണിക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്തൊരു കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ വീട്ടിലെ മൂത്താള് ഞാനല്ലേ, എന്റെ ഇഷ്ടത്തിനാണ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇപ്പോ ഓളെ ഇഷ്ടമൊന്നും നോക്കണ്ട എന്നൊന്നും ആള് ചിന്തിക്കലേ ഇല്ല കേട്ടോ. എന്ത് ചെറിയ കാര്യത്തിനാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് എന്റെ ആ ഒരു അഭിപ്രായം കൂടി ആള് കാത്തുകൂട്ടോ. ചിലപ്പോ എനിക്ക് അതിനെ പറ്റി ഒരു തേങ്ങ അറിയണ്ടാവില്ല, ഒരു അഭിപ്രായം എനിക്ക് പറയാനും ഉണ്ടാവില്ല. ഇനിയിപ്പോ വീട് പണീന്റെ കാര്യത്തിലൊക്കെ അതിനെങ്കിലും എല്ലാത്തിനും ആള് എന്റെ ഒരു അഭിപ്രായം പരിഗണിക്കുക എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതിനിപ്പോ ഏത് ചെറിയ കുട്ടികളാണെങ്കിലും നമ്മളെ പരിഗണിക്കുന്നു പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സമാധാനം. അപ്പം എനിക്ക് തരുന്ന പരിഗണന ഞാൻ തിരിച്ചും കൊടുക്കാൻ വേണ്ടി നോക്കലുണ്ട്. ഒരു പാലട്ട ഒരു ഭാഗത്തേക്ക് മാത്രം പോരല്ലോ, രണ്ട് ഭാഗത്തേക്കും ആ ഒരു പരിഗണന വേണം. എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാനും ആ ഒരു പരിഗണന ആൾക്ക് കൊടുക്കലുണ്ട് കേട്ടോ. കുഞ്ഞുട്ടിനെ അധികം ഒന്നും വീഡിയോയിൽ കാണലില്ലല്ലോ. അപ്പം ചിലരൊക്കെ കമന്റ്സ് ആയിട്ടും എനിക്ക് വിളിക്കുമ്പോൾ പേഴ്സണൽ ആയിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുകയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആൾക്ക് ഇഷ്ടമല്ലാതെയാണോ നിങ്ങൾ വീഡിയോസ് ഇടുന്നത്, ആളധികം വീഡിയോയിൽ കാണില്ലല്ലോ എന്നുള്ളത്. ആളുടെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് ചാനലായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നല്ല കേട്ടോ. ഞാൻ ആളുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്ത് നല്ല കാര്യത്തിനും അല്ലെങ്കിലും ആളുടെ അഭിപ്രായം തേടിയിട്ട് തന്നെ ഞാൻ എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കലുള്ളൂ കേട്ടോ. അപ്പൊ ആൾക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ല ഇനി. അപ്പൊ ഞാൻ ആളുടെ ഇഷ്ടം വരുന്ന വരെ കാത്തു നിന്ന് പിന്നെ ആള് പറഞ്ഞ് എന്നാ പിന്നെ എനിക്കങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് തന്നെ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ആൾ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തതും ആ ഒരു കാര്യത്തിന് ഇതുവരെ എന്റെ കൂടെ നിന്നിട്ടുള്ളത് കേട്ടോ. പറഞ്ഞു വരുമ്പോ ഞങ്ങൾ ഭയങ്കര മാതൃകാ ദമ്പതികളാണ്, ഞങ്ങൾ തമ്മിൽ അടിയും പിടിയൊന്നും ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോഴും ഞങ്ങൾ അപ്പളപ്പോഴൊക്കെ അടിയും പിടിയൊക്കെ ഉണ്ടാകലുണ്ട്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ മാറലുണ്ട് കേട്ടോ. എന്റെ കുഞ്ഞുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആള് ദേഷ്യപ്പെടും, എപ്പോഴും ദേഷ്യപ്പെടും. പക്ഷെ ദേഷ്യപ്പെടുമ്പോ ആള് ദേഷ്യത്തോടെ എന്തെങ്കിലുമൊക്കെ പറയും. അത് കഴിഞ്ഞ് ആ ഒരു വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ആളതൊക്കെ മറക്കും കേട്ടോ. പിന്നെ ആ ഒരു ഇത് വെച്ചിട്ട് ദേഷ്യം വെച്ചിട്ട് പെരുമാറി അങ്ങനെയൊന്നുമില്ല. പിന്നെ പറയാനുള്ളത് പറയും, അത് കഴിഞ്ഞ ആളിതാവും. എന്റെ ആ ഒരു സ്വഭാവം കൂടി മാറ്റിയെടുത്ത ആളാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വന്നാല് കുയിന്താട്ട് അറിയില്ല നമ്മള്,
കുറച്ച് സമയമൊക്കെ ഒരു കുയിന്താട്ടി ഒക്കെ നടക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. ഇപ്പൊ ഞാൻ കുറേ കൺട്രോളായേ. അതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കുഞ്ഞുട്ടിന്റെ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തതാണ്. കുഞ്ഞുട്ടി അങ്ങനെ ഒരു കുയിന്താട്ടിൽ എന്താന്ന് അറിയുന്നില്ല, ദേഷ്യപ്പെടുമ്പോ പറയും, അത് കഴിഞ്ഞാൽ പിന്നെ ആള് പഴയ രീതിയിൽ തന്നെ ആവും അങ്ങനെ. അപ്പൊ ഇപ്പൊ ആളെ ആ ഒരു നല്ല ശീലം ഞാനും എന്റെ ലൈഫിക്ക് കുറേശ്ശെ ആയിട്ട് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് പകർത്തി തുടങ്ങിയിട്ടില്ല, അത്രയ്ക്ക് അങ്ങോട്ട് നന്നാകാൻ എന്റെ മനസ്സ് അനുവദിക്കണില്ല. പക്ഷെ ഞാൻ ഏറെക്കുറെ നന്നായിക്കൊണ്ടിരിക്കുന്നു, നന്നാവും. പിന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാല്, ഞങ്ങൾ തമ്മിൽ തല്ലും പിടിയൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. തല്ലലില്ല കേട്ടോ. വാ വാഗ്വാദങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ദേഹത്ത് തൊട്ടുള്ള അടിപിടി പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അതന്നെ വലിയ അൽഹംദുലില്ലാ. അപ്പം കുഞ്ഞുട്ടി ചിലപ്പോൾ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് എന്തെങ്കിലും ഭയങ്കര റേസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ മെല്ലെ ഒന്ന് സൈലന്റ് ആയി കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടൊക്കെ പറഞ്ഞിട്ട് ഓവർ ദേഷ്യം കൂടുകയാണെങ്കിൽ ഞാൻ മെല്ലാണ് മിണ്ടാതെ കേട്ടോ. അതൊരു നല്ലൊരു പോയിന്റാണ് കേട്ടോ. എന്താ ചിലർക്കെങ്കിലും ലൈഫിൽ പകർത്താൻ പറ്റുന്ന ഒരു പോയിന്റാണ് കേട്ടോ അത്. അതിന്റെ ശരി തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് എന്നെ പറഞ്ഞ് തിരുത്താൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ചെയ്യാന്ന് വെച്ചാല്, ഞാൻ വിചാരിക്കും രണ്ടാളും ഒരുപോലെ ഇങ്ങോട്ട് നമ്മള് എന്താണ് കശപിശ കൂടുമ്പോഴേ അത് ഭയങ്കര ഒച്ചയായിട്ട് ഭയങ്കര പൊട്ടിത്തെറിയായി ആവാൻ സാധ്യതയുണ്ട്. ഒരാളൊന്ന് കുറഞ്ഞു കൊടുത്ത് വിചാരിച്ച് ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ആള് ഭയങ്കര ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാൻ എന്താ കിട്ടും, ഞാൻ മെല്ലെ സൈലന്റ് ആവും. എന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവും, ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് ആൾക്ക് അറിയുകയും ചെയ്യും. പിന്നെ ആള് പറയാനുള്ളത് പറഞ്ഞ് ആളത് കഴിയുകയും ചെയ്യും കേട്ടോ. പിന്നെ പിന്നെ ആള് പോയി കുറച്ച് സമയം കഴിയുമ്പോൾ ആള് ഇത് അങ്ങനെ ഒരു സംഭവേ ഇല്ലാത്ത മാതിരി വരും. ആളിൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ആ ഒരു സമയത്താണ് എനിക്കെന്റെ ബാക്കി പറഞ്ഞതൊക്കെ എൻ്റെ ഇവിടെ ഇങ്ങനെ കയറി നിൽക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അത്ര പെട്ടെന്നൊന്നും മറന്നു കണ്ട് ഇതാക്കണേ, ഞാൻ കുറച്ച് കുയിന്തൊക്കെ കൂട്ടത്തിലാണേ. അപ്പം ഞാന് ആ ഒരു സമയത്താവും ആള് നല്ല രീതിയിൽ വരുന്ന സമയത്ത് എനിക്കും പറയാനുണ്ടാവുമല്ലോ വശങ്ങള്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു സമയത്താവും ഞാൻ എനിക്ക് പറയാനുള്ളത് പറയലും. ചിലപ്പോൾ ഞാനും ആളെ പോലെയൊക്കെ ദേഷ്യപ്പെട്ടും പൊട്ടിത്തെറിച്ചും ഒക്കെ പറയും. അപ്പൊ ആ സമയത്ത് ആളെ ദേഷ്യം അടങ്ങിയല്ലോ, ആളെന്ത് ചെയ്യും, ഞാൻ ആ ഒരു ചെയ്ത് അതേപോലെ തന്നെ ആളും സൈലന്റ് ആയിട്ട് നിന്നിട്ട് അത് കേൾക്കും കേട്ടോ. അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി എന്താണ് കേട്ടോ. ഒരാൾ ദേഷ്യപ്പെടുന്ന സമയത്ത് മറ്റയാൾ സൈലന്റ് ആവുക, അതേപോലെ തന്നെ മറ്റയാൾക്ക് ദേഷ്യപ്പെട്ട് പറയാനുള്ള ഇത് കേൾക്കാനുള്ള അവസരം ഇപ്പോഴത്തെ ആളും കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ എൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും പരിഗണിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആളുടെ ഇഷ്ടങ്ങളും ഞാൻ പരിഗണിക്കലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ വീഡിയോൻ്റെ കാര്യങ്ങൾക്കായാലും ഒക്കെ ആള് നല്ല സപ്പോർട്ടാണ് കേട്ടോ. ആൾക്ക് ഇഷ്ടങ്ങൾ എന്താ വെച്ചാല് ആൾക്ക് അധികം ഫുഡ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാവും ട്ടോ ആളുടെ ഇഷ്ടങ്ങൾ അധികം. അപ്പം അതൊക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് തന്നെ ഉണ്ടാക്കി കൊടുക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ മടിക്കുള്ള സമയങ്ങളുണ്ടാവും, നമ്മൾ പെണ്ണുങ്ങളല്ലേ. അപ്പൊ ആ സമയത്തും എനിക്ക് ഒഴിവില്ല എന്നൊന്നും പറയാതെ ഞാൻ ഒരുവിധം നല്ല മയത്തിലൊക്കെ ഞങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കിയ പോരെ, ഇന്നിപ്പോ വേറെ ചോറും കറിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് അത് കിട്ട് ഇതാക്കും. ജസ്റ്റ് ഞാൻ നല്ല കുട്ടിയാണ്, എപ്പോഴും നല്ല രീതിയിൽ പെരുമാറുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ ചിരിച്ച് കളിച്ച് അങ്ങനെയൊന്നുമല്ല. ദേഷ്യപ്പെടേണ്ടോടത്ത് ദേഷ്യപ്പെടും, സങ്കടപ്പെടേണ്ടോടത്ത് സങ്കടപ്പെടും, അങ്ങനെ എല്ലാതും ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനും. അപ്പൊ എന്റെ കാര്യങ്ങൾ മാത്രം പോരല്ലോ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. അപ്പൊ കുഞ്ഞുട്ടിക്ക് നമ്മളെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്, നമുക്ക് കുഞ്ഞുട്ടിനോട് തന്നെ ഒന്ന് ചോദിച്ചോക്കട്ടോ. നമ്മൾ എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി അപ്പൊ കഴിഞ്ഞു? 15ാമത്തെ. 15 കൊല്ലത്ത് ഞങ്ങൾക്ക് എന്താ തോന്നുന്നത്? എപ്പോഴെങ്കിലും ഈ ഭാര്യനെ മാറ്റണം എന്ന് തോന്നിക്കണോ? വേറൊരു ചോയ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുക്കോ? സത്യം ഫാമിലി ലൈഫ് എങ്ങനെ പോകുന്നുണ്ട്? ഉഷാറായിട്ട് പോകുന്നുണ്ട്. എന്നെ പറ്റിയിട്ട് നെഗറ്റീവ് ഒന്നും പറയാനില്ല, ഞാൻ പറഞ്ഞു പറയിച്ചാണ് ഇത് ആൾക്കാര്. അപ്പൊ കാക്കാന ആകെ ഒരു 3-4 വർത്താനം പറയാനേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ആൾക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനും വീഡിയോയിൽ വരാനൊക്കെ. അപ്പം ആള് ശരിക്കും പറഞ്ഞത് തന്നെ തോന്നുന്നുണ്ട്. അതോ ഇനി പറയാൻ പഠിച്ചിട്ടാണോ അതോ പറഞ്ഞ ഇനി എഡിറ്റ് ചെയ്ത് ഞാൻ കളയെന്ന് വിചാരിച്ചിട്ടാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോ എന്നെ പോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് പോണോലും ഒരുപാട് കാലം ജീവിച്ചോലും ഒരുപാട് ടിപ്സ് അറിയണോലും ഒക്കെ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും അവനാൻ അറിയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ കമന്റ് ആയിട്ട്. അപ്പം എല്ലാവർക്കും അറിയാലോ, ഈ വീഡിയോ കാണുന്നവരൊക്കെ ചിലപ്പോൾ കമന്റ്സ് വായിക്കുമ്പോൾ ഓൽക്ക് നമ്മളെ കമന്റ്സ് ഒന്നും കുറെ ടിപ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യല്ലേ. അങ്ങനെ കാക്ക നിന്നെ കുറെ പുകയത്തി പറഞ്ഞ സ്ഥിതിക്ക് ഞാന് വൈകുന്നേരത്ത് ആള് ഒരു 8:30 ആയപ്പോണ്ട് ചോദിക്കണേ,
കാട വാങ്ങിക്കൊണ്ടിട്ടെ അത് ഫ്രൈ ആക്കി തരുമെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കൊണ്ടുവന്നോളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു 9 മണിയാകുന്ന സമയത്ത് കൊണ്ടുവന്നിട്ട് ഞാനത് കഴുകി വൃത്തിയാക്കി ഫ്രൈ ആക്കി കൊടുത്ത് പാൽച്ചായൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ചപ്പാത്തി ഉണ്ടേനി അതും ചുട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചെങ്കിൽ അതും കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന നല്ല നല്ല ടിപ്സും ട്രിക്സും അതും കമന്റ് ആയിട്ട് എഴുതാട്ടോ. അപ്പം വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.